ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു ശിവയോഗം ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ ഒരു കാര്യമാണ് പറയുന്നത്. 1 മിനിറ്റ് കൊണ്ട് ചെയ്യാം. ഈ ശിവയോഗം നിങ്ങൾ രാവിലെ 1 മിനിറ്റ് കൊണ്ട് ചെയ്യുക. നിങ്ങൾ രാജാവിനെ ഏതൊരു ദുരിതത്തിലുള്ള ഒരു വ്യക്തിയെയും ഒരു രാജാവിനെ പോലെ എല്ലാ സമ്പത്തോടും സമൃദ്ധിയോടും ശിവഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു ശിവയോഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് 1 രൂപ ചിലവില്ലാതെ ഏതൊരാൾക്കും ചെയ്യാം. നല്ല കാര്യമാണ്. രാവിലെ 1 മിനിറ്റ് പോലും വേണ്ട ഇതിന്. രാവിലെയും വൈകിട്ടും ഒരു മിനിറ്റ് ചെയ്യുക. പിന്നെ അതോടൊപ്പം നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ തൊഴിൽ ആത്മാർത്ഥതയോട് കൂടി ചെയ്യുകയും കൂടെ ചെയ്യുക. അങ്ങനെയുള്ളവരെ ഭഗവാൻ വലിയ സമ്പത്ത്, ഐശ്വര്യം എല്ലാം നൽകിയിട്ടുണ്ട്. ഏറ്റവും ലളിതമായ ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ്. നിങ്ങൾ മുഴുവൻ കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്തല്ലേ കിട്ടാത്ത വിദ്യയാണ്. അത് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്നും സ്വീകരിച്ചതാണ്. ശിവയോഗം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആ ഗുരുക്കന്മാർ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ആ നല്ല കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് എത്ര വില കൊടുത്താലും മതിയാകാത്ത കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആരറിഞ്ഞാലും അവരൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവരാണ്, ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറയായിരുന്നു. ഇപ്പോൾ ഷെയർ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. കാരണം ആവശ്യമുള്ളവർ കണ്ടോളും, അങ്ങനെ ഉള്ളവർ ചെയ്തോളും, അവർക്ക് മാറ്റം ഉണ്ടാകും. നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ കാണണമെന്നില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ പുച്ഛമായിരിക്കും. ആവശ്യമുള്ളവർ തേടി കണ്ടെത്തും, അവർക്കത് പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വര, പരമേശ്വര, എല്ലാവർക്കും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു പ്രാർത്ഥനയാകട്ടെ, ഹൃദയത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഇത് കാണുന്ന എല്ലാവർക്കും വീഡിയോ അങ്ങനെയല്ലേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ശിവഭഗവാന്റെ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്നു. വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പ്രാർത്ഥന വെറുതെ ആകത്തില്ല. അതുകൊണ്ട് അതിനൊരു സത്യമുണ്ട്. കാരണം ഓരോ ശാസ്ത്രത്തിലും നമ്മൾ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ഒന്നും വെറുതെ ആകത്തില്ല. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയാണ്. ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇത് കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ആ സാഹചര്യം മനസ്സിലാക്കുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ പറയുന്നതാണ്. അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത്. പറ്റുന്നവർക്ക്, എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഭഗവാന്റെ ശിവയോഗം പറഞ്ഞുതരാം. ഞാൻ ഭഗവാനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശിവയോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. 1 മിനിറ്റ് പോലും വേണ്ട. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന തൊഴിലെ, കർമ്മം അതുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അത് ശിവസേവ തന്നെയാണ്. അപ്പോഴങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ വലിയ ഐശ്വര്യത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതൊക്കെ ചൊല്ലിക്കഴിഞ്ഞോ ചൊല്ലുന്നതിന് മുമ്പോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുക. സാധാരണ പോലെ ശ്വാസം ദീർഘമായിട്ട് പതുക്കെ എടുക്കുക. എന്നിട്ട് ശ്വാസം പതുക്കെ ദീർഘമായിട്ട് വിടുക. പതുക്കെ മതി. ശ്വാസം ഇവിടെ എടുത്ത് പിടിക്കേണ്ട ഒരു കാര്യമില്ല. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ പതുക്കെ ശ്വാസം എടുക്കുന്നു, ശ്വാസം പതുക്കെ വിടുന്നു. ഇത് കണ്ണ് തുറന്ന് ചെയ്യുക. 1 തവണ ചെയ്യുക. പിന്നത്തെ തവണ ചെയ്യുമ്പോൾ ശ്വാസം നമ്മൾ പതുക്കെ എടുക്കുന്നു. എടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവിടെ ഒരു വെള്ളപ്രകാശം സങ്കല്പിച്ച് ആ പ്രകാശത്തിലേക്ക് ഈ ശ്വാസം വന്ന് ആ ശ്വാസത്തിലെ ചൈതന്യമായ പ്രാണൻ ആ വെള്ളപ്രകാശത്തിലേക്ക് ലയിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മൾ കണ്ണ് തുറന്ന് 1 സെക്കൻഡ് അവിടെ നിന്ന് ധ്യാനിച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ ശ്വാസം വെളിയിലോട്ട് വിടുക. ശ്വാസം വെളിയിലോട്ട് വിടുമ്പോൾ ഈ മൂക്കിക്കൂടി ശ്വാസം പോകുമ്പോൾ അതിനൊപ്പം നിങ്ങളുടെ മനസ്സും വെളിയിലോട്ട് പോകണം. വീണ്ടും പതുക്കെ ശ്വാസം എടുക്കുക. ആ ശ്വാസം എടുത്ത് ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ ഹൃദയത്തിലൊരു വെള്ളപ്രകാശം മനസ്സുകൊണ്ട് സങ്കല്പിച്ച്
ആ വെള്ളപ്രകാശത്തിൽ ശ്വാസത്തിലെ ചൈതന്യമായ പ്രാണൻ ലയിക്കുന്നു. ആ പ്രാണനിൽ, ആ പ്രാണചൈതന്യത്തിൽ നിങ്ങൾ 1 സെക്കൻഡ് ലയിച്ച് ഇരിക്കുക മനസ്സുകൊണ്ട്. 1 സെക്കൻഡ് മതി, ഇത്ര സമയം മതി, 1 സെക്കൻഡ് മതി, മനസ്സിലായി. എന്നിട്ട് പതുക്കെ ശ്വാസം നീട്ടി വിടുക. നീട്ടി വിടുമ്പോൾ ഈ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പതുക്കെ സ്ലോവായിട്ട് നീട്ടി വിടുമ്പോൾ ഈ ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ മനസ്സുകൂടി ഈ അന്തരീക്ഷത്തിൽ കൂടെ സഞ്ചരിക്കണം, മനസ്സിലായോ? ഇത് നിങ്ങൾ ചെയ്യുക. ഇത് ഒരു 3 തവണ ചെയ്യുക. ഇതിന് ഒരു മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ, ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഹൃദയത്തിൽ ആ വെള്ളപ്രകാശത്തെ ഒന്ന് സങ്കല്പിച്ച് ആ പ്രാണചൈതന്യം നിങ്ങൾ വെളിയിൽ നിന്നും ആ സ്വീകരിച്ച ആ പ്രാണചൈതന്യം അവിടെ ഉണ്ട് എന്ന സങ്കല്പത്തിൽ അല്പനേരം ഇതെല്ലാം കണ്ണു തുറന്നുകൊണ്ടാണ് ഒന്ന് ലയിച്ചിരിക്കുക. അത് 10 സെക്കൻഡോ 1 സെക്കൻഡോ 3 സെക്കൻഡോ 4 സെക്കൻഡോ 10 സെക്കൻഡോ വല്ലതും മതി, 1 മിനിറ്റ് പോലും വേണ്ട. ജസ്റ്റ് അപ്പോൾ ശ്വാസം എടുക്കുക വിടുകയൊക്കെ ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് ശ്വാസത്തെ പിടിച്ചു വെക്കുകയോ എടുത്ത് പിടിക്കുകയോ ഒന്നും വേണ്ട, എടുത്ത് വിടുക, വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ശ്വാസത്തെ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യേണ്ട, എടുത്ത് വിടുക. അപ്പോൾ ഇതിങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോഴും ശ്വാസത്തെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ അതൊന്നും ചെയ്യാൻ പോട്ടെ, എടുത്ത് വിടുക. ഇതൊരു 10 സെക്കൻഡെങ്കിലും, അതായത് 1 2 3 4 5 6 7 8 9 10 സെക്കൻഡെങ്കിലും നിങ്ങൾ, ഞാൻ ചുമ്മാ ഇങ്ങനെ കണക്ക് കാണിച്ചെന്നേ ഉള്ളൂ. ആ സമയം അത്രയും മതി, 1 മിനിറ്റ് പോലും വേണ്ട. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആകണ്ടേ, 10 സെക്കൻഡെങ്കിലും കൂടിയാലോ കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ധ്യാനിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു തണുപ്പ് അല്ലെ ഒരു സുഖം അനുഭവപ്പെടും. ഇത് നിങ്ങൾ രാവിലെ ചെയ്യുക, വൈകിട്ടും ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാനീ പറഞ്ഞിരുന്ന ഒരു മന്ത്രം ജപിക്കണം, രഹസ്യ മന്ത്രം. നമഃശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമഃശിവായ. എഴുതിയെടുത്തോണം, ഒന്നുകൂടെ പറയാം. നമഃശിവായ ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമഃശിവായ. ഇത് ജപിച്ചിട്ട്, ഇതൊരു 3 തവണ ജപിച്ചിട്ട് നിങ്ങൾ ഈ വിദ്യ ചെയ്യണം. ഇത് രാവിലെ ചെയ്യുക, വൈകിട്ടും ചെയ്യുക, മതി, 1 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാൻ. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ഇത് ദിവസവും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യണ്ട, ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 1/2 മിനിറ്റോ ഒക്കെ ചെയ്താൽ മതി. അല്ലാതെ പതുക്കെ ഇത് പതുക്കെ മാത്രം നിങ്ങൾക്ക് ഈ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന അളവ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പതുക്കെ അത് വർഷങ്ങൾ കൊണ്ട് പതുക്കെ അല്പം കൂട്ടി പോരാം. പക്ഷേ നിങ്ങൾ ഇപ്പം ചെയ്യുമ്പോഴെല്ലാം അതൊരു 5-8 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ടൊക്കെ ഒരു അല്പം നേരം നിങ്ങൾക്ക് ആ കുറച്ച് നേരം ഇരിക്കാൻ ഒരു ഇരിക്കാൻ കിട്ടുന്ന ഒരു ലയം കിട്ടും. അത് വർഷങ്ങൾ കൊണ്ടേ കിട്ടത്തുള്ളൂ, അത് ഉടനെ ഒന്നും ചെയ്യരുത്. പതുക്കെ നിങ്ങൾ ഇതിപ്പോൾ 10 സെക്കൻഡ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് ചെയ്താൽ മതി, അതിൽ കൂടുതൽ ഇപ്പോഴൊന്നും ചെയ്യണ്ട. അങ്ങനെ നിങ്ങൾ ദിവസവും ചെയ്യുക. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ഒരുപാട് നേരം ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യരുത്. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്കിതുകൊണ്ട് ഇതെങ്ങനെ ശിവയോഗമാകുന്നു എന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ, നിങ്ങൾ രാവിലെ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ജന്മം ഈ ഭൂമി ജനിക്കാൻ കാരണഭൂതനായ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയണം, ഗുരുക്കന്മാർക്ക് നന്ദി പറയണം, പഞ്ചഭൂതങ്ങൾക്ക് നന്ദി പറയണം, എൻ്റെ ഉള്ളിലും പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന പഞ്ചഭൂതങ്ങൾക്ക് നന്ദി പറയണം, ഈശ്വരന് നന്ദി പറയണം, പരമേശ്വരന് നന്ദി പറയണം, പരമേശ്വരിക്ക് നന്ദി പറയണം, പ്രപഞ്ചത്തിലെ എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ആ ഈശ്വരീയമായ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പരമമായ ചൈതന്യത്തിന് നന്ദി പറയണം. എന്നിട്ട് പ്രകൃതീശ്വര ഞാൻ എന്നെ അങ്ങയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നമഃശിവായ മന്ത്രം ജപിച്ചിട്ടാണ് ഈ വിദ്യ ചെയ്യുന്നത് കേട്ടോ. വൈകിട്ട് ചെയ്യുമ്പോഴും ഇത് തന്നെ ചെല്ലാം. വൈകിട്ട് ചെയ്യുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞത് ചെയ്യണം, രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞത് ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഇതിൻ്റെ അകത്തൊന്നും ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പതുക്കെ ശ്വാസം എടുക്കുക, പതുക്കെ വിടുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. അത് വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി, അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇതെങ്ങനെ ശിവയോഗം ആകുന്നു, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ശ്വാസത്തെ വെളിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും
നമ്മൾ ഈ ശ്വാസത്തെ എടുത്ത് നമ്മുടെ ഉള്ളിൽ ആ ഹൃദയത്തിലൊരു വെള്ളപ്രകാശം സങ്കല്പിച്ച് അതിൽ ലയിപ്പിക്കുന്നു. ലയിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അപ്പോൾ നമ്മൾ ആ പ്രാണനെ സങ്കല്പത്തിലൂടെ അനുഭവിക്കുകയാണ്. ആ ശ്വാസത്തിലെ പ്രാണചൈതന്യം, ശ്വാസം മുഴുവൻ പ്രാണനല്ല, കുറച്ചൊരളവേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ശ്വാസത്തിലെ ആ പ്രാണചൈതന്യത്തെ നമ്മൾ അനുഭവിക്കുകയാണ്. അത് നമ്മൾ ആ സങ്കല്പത്തിലൂടെ അനുഭവിക്കുമ്പോഴാണ് നമ്മൾക്കത് ഫലമാകുന്നത്. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഈ ശ്വാസത്തിനൊപ്പം മനസ്സുകൂടെ വെളിയിലോട്ട് വിടുമ്പോൾ ആ പ്രകൃതിയിലെ വിശ്വപ്രാണനുമായിട്ട്, ലോകം നിറഞ്ഞു നിൽക്കുന്ന പ്രാണചൈതന്യമായിട്ട് നമ്മുടെ മനസ്സ് യോഗം ചെയ്യുകയാണ്. നമ്മൾ ഈ ശ്വാസത്തോടൊപ്പം മനസ്സിനെ വെളിയിലേക്ക് സഞ്ചരിപ്പിക്കുമ്പോൾ വിശ്വപ്രാണനുമായി പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളിലും, ഓരോ പൂവിലും പുൽക്കൊടിയിലും, ഓരോ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ വിശ്വപ്രാണനുമായിട്ട് നമ്മുടെ മനസ്സ് ലയിക്കുകയാണ്. അങ്ങനെ സങ്കല്പിക്കുമ്പോഴാണ് ഈ അനുഭവം, നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നത്. അത് സങ്കല്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ സങ്കല്പത്തിൽ കാര്യമുണ്ട്, അല്ല ചുമ്മാ ചെയ്തുകൊണ്ടൊന്നും ഒരു ഫലമില്ല. പറഞ്ഞാൽ മനസ്സിലാവും. ആ സങ്കല്പത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് ശിവയോഗമാകുന്നത്. അപ്പം നമ്മൾ ആ പ്രകൃതിയെ കൂടെ അനുഭവിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് വെളിയിലുള്ള ആ പ്രകൃതിയെ നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മൾ ആ ശ്വാസം വെളിയിലോട്ട് വിടുമ്പോൾ അതോടൊപ്പം നമ്മുടെ മനസ്സും നമ്മുടെ ശ്രദ്ധയും ശ്വാസത്തോടൊപ്പം വിടുമ്പോൾ, അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞ ശക്തിയാണ്. ആ ശക്തിയിൽ നമുക്ക് ലയമുണ്ടാകുന്നു മനസ്സുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ശ്വാസത്തെ ഉള്ളിൽ കൊണ്ട് നമ്മുടെ ഉള്ളിലെ ബോധത്തിലും നമ്മൾ ലയിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ശുദ്ധബോധം എന്ന് പറഞ്ഞാൽ ശിവബോധമാണ്. ആ വെളിയിലെ പ്രകൃതി എന്ന് പറഞ്ഞ ശക്തിയാണ്. അപ്പോൾ ശിവശക്തി ലയമുണ്ടാകുന്നു. അതോടൊപ്പം നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താണ്? ഇത് 3 തവണ ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള വെള്ളപ്രകാശവും ധ്യാനിച്ച് വെറുതെ ഒരു 10 സെക്കൻഡ് ആ വെള്ളപ്രകാശത്തിൽ ശ്രദ്ധിച്ച് ആ പ്രാണചൈതന്യം, ആ ഉള്ളിൽ ലയിച്ച പ്രാണചൈതന്യത്തെ സങ്കല്പിച്ചിരിക്കുന്നു, മനസ്സുകൊണ്ട് ലയിച്ച്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആ ശിവബോധത്തിൽ നമ്മൾ ലയിക്കുകയാണ്. അപ്പോൾ ശിവശക്തി യോഗം ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലെ ആ ശക്തിയോട് ചേർന്ന ശിവനെ നമ്മുടെ ഉള്ളിൽ ആ ശിവബോധത്തിലെ, നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിൽ, ആ ശിവബോധത്തിൽ ലയിക്കുകയാണ്. അതാണ് ശിവയോഗമാകുന്നത്. അപ്പോഴാണ് ശിവയോഗമാകുന്നത്. ഇത് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ലയമാണ്. നിങ്ങളുടെ ബോധവും പ്രപഞ്ചബോധവുമായിട്ടുള്ള ലയമാണ്. നിങ്ങളുടെ പ്രാണനും വിശ്വപ്രാണനുമായിട്ടുള്ള ലയമാണ്. ഇത് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഈശ്വരീയമായ ബോധമുണ്ടാകും. നിങ്ങൾ പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഒരു ഉയർച്ച വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രപഞ്ചബോധം നമ്മളിലേക്ക് എത്തിക്കും. നമ്മുടെ ജീവിതം മാറും. അതോടൊപ്പം നമ്മൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നത് അതിനോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥയും കൂടെ കാണിക്കണം. അപ്പോഴേ ആ പ്രപഞ്ചബോധം നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഇത് ചെയ്തിട്ട് ചുമ്മാ വീട്ടിൽ ഇരുന്നാലൊന്നും മാറ്റം ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുന്നു അതിനോട് ആത്മാർത്ഥം കൂടെ കാണിച്ച് കഴിയുമ്പോൾ ഈ പ്രപഞ്ചബോധം നമ്മളിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, നമ്മുടെ തൊഴിൽ, അതിനോട് കൂടി നമ്മൾ ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്നുകൂടെ ശുദ്ധമാകുകയാണ്. അപ്പോൾ നമ്മളിത് രാവിലെ വൈകിട്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലേ ചെയ്യണ്ട, കുഴപ്പമില്ല. 10 സെക്കൻഡ് ചെയ്താൽ മതി. ഒരുപാട് നേരം ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സുഖം കിട്ടാൻ തുടങ്ങും, ഒരു ലയം. ഇവിടെ ശ്വാസം പിടിച്ചിരിക്കേണ്ട കാര്യങ്ങളില്ല, ശ്വാസം എടുത്ത് പിടിക്കേണ്ട കാര്യങ്ങളില്ല. ശ്വാസം എടുത്ത് വിടുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 10 സെക്കൻഡ് ഇവിടെ ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴും ശ്വാസം എടുത്ത് വിടാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ശ്വാസത്തെ നമ്മൾ യാതൊരു തരത്തിലും നിയന്ത്രിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് സ്വാഭാവികമായിട്ട് എടുത്ത് തനിയെ പൊക്കോട്ടെ. ശ്വാസത്തെ നിയന്ത്രിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യരുത്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശ്വാസം പ്രകൃതിയാലുള്ളതാണ്, അതിനൊന്നും നിയന്ത്രിക്കാൻ ഒരിക്കലും പോകരുത്, നിയന്ത്രിക്കാൻ പാടില്ല. അത് സ്വാഭാവികമായിട്ട് നടക്കണം. എന്നാൽ എപ്പോഴും അത് സാധാരണ പോലെ തന്നെ നടന്നോട്ടെ, അതൊന്നും ചെയ്യാൻ പോകരുത്. നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ, മനസ്സുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ശിവയോഗം. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആരുടെയെങ്കിലും പുറകെ നടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തലകുത്തി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക ഇത് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സുഖം അനുഭവപ്പെടും. നിങ്ങൾ ആ ഒരു ദിവസമല്ല പല ദിവസം ചെയ്തു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു സന്തോഷം തോന്നും. സന്തോഷമല്ല, ആനന്ദം. അപ്പോൾ
നിങ്ങൾക്ക് പിന്നെ നിങ്ങളൊന്നിൻ്റെ പുറകെ പോകത്തില്ല. ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലൊരു ആനന്ദം തോന്നും. ആ ആനന്ദം ഈശ്വരനാണ്. നിങ്ങൾക്കെല്ലാവരോടും സ്നേഹം തോന്നും. നിങ്ങളോടെല്ലാവർക്കും സ്നേഹം തോന്നും. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് യാചകനെ രാജാവാക്കുക എന്ന് പറഞ്ഞത്. അല്ലാതെ യാചകനെ പിടിച്ച് രാജാവാക്കുക എന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങളുടെ ജീവിതം മാറി നിങ്ങൾ ഉയർന്ന ഐശ്വര്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മാറുമെന്നുള്ളതാണ്. ആ പ്രപഞ്ചബോധം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ സാധിച്ചു തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇത് പറ്റുന്നവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യണ്ട. ഇപ്പോൾ ഈ ഏതൊരു ശ്വാസത്തിലുള്ള കാര്യമാണേലും, ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അങ്ങനെയുള്ളവരൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. അവനവൻ ആരോഗ്യസ്ഥിതി അനുകൂലമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. എങ്കിലിപ്പോൾ മരുന്ന് കഴിക്കുന്നു, ഇപ്പം ഒരു പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ അസുഖങ്ങളുണ്ട്, ഈ അസുഖങ്ങളുണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഇത്തരം ഒരു കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ആരോഗ്യമുള്ളവർ, ചെയ്യാൻ പറ്റുന്നവർ അവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാത്തവർ ആ മന്ത്രം ജപിച്ചാലും മാത്രം മതി. നമശിവായ ശിവായ നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമശിവായ. അതുതന്നെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ പര്യാപ്തമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ആനന്ദം ഉണ്ടായി വരും. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ്. നമ്മൾക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ഒക്കെ അല്പനേരത്തെ സന്തോഷമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ രുചിയുള്ളൊരു ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്നു, ഒക്കെ സന്തോഷം കിട്ടും. പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് തീരും, അത് നിലനിൽക്കത്തില്ല. ഉള്ളിൽ നിന്നുണ്ടാകുന്ന സന്തോഷമല്ല, അത് ആനന്ദം. ആ ആനന്ദമാണ് ശിവാനന്ദമാണ്, അത് പരമാനന്ദമാണ്, അത് നിത്യാനന്ദമാണ്, അത് ഈശ്വരബോധമാണ്. അതെന്നും നിലനിൽക്കും. അത് നിങ്ങൾക്ക് ആരെന്ത് ചെയ്താലും, ഇപ്പം നിങ്ങളെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ആനന്ദം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും കാണും. ആ ആനന്ദത്തെ അനുഭവിച്ചവൻ പിന്നെ അവന് മനസ്സിലാകും വേറെയുള്ള ഒന്നും ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ കർമ്മം തൊഴിൽ ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. പക്ഷെ എങ്കിലും ആവശ്യമില്ലാത്തതിനൊന്നും പറയാൻ പോകത്തില്ല. അവിടെ ആ യോഗം കൊടുക്കുന്നു, ഇവിടെ ഈ യോഗം കൊടുക്കുന്നു, ഇതിൻ്റെ ഒന്നും പറയാൻ പോകത്തില്ല. അവൻ സത്യത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? ഉള്ളിലുള്ള ആന്തരികമായ ആ ശുദ്ധബോധത്തെ മനുഷ്യൻ അറിയാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഇന്ന് ആളുകൾക്ക് സംഭവിക്കുന്ന തെറ്റ്. അവൻ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും പുറകെ നടക്കുക, പക്ഷെ സ്വന്തം ഉള്ളിലുള്ള ആ ആനന്ദത്തെ, ആ ആന്തരിക ശക്തി അറിയാൻ ശ്രമിക്കുന്നില്ല. അതാണ് മനുഷ്യൻ്റെ ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അവൻ ഉള്ളിലുള്ള ആന്തരിക ശക്തിയെ, ഉള്ളിലുള്ള ആനന്ദത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്ന കുഴപ്പം എന്നാണെന്നറിയോ? ചെറിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമാണ്. എല്ലാവർക്കും ടെൻഷനാണ്. ഇന്ന് നോക്കിക്കോ, പത്രം നോക്കിയാലും ടി വി കണ്ടാലും എല്ലാം വാർത്തകൾ. കുട്ടികളൊക്കെ ഇന്ന ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ടെൻഷൻ, കുട്ടികൾ ഇന്ന ആളെ തല്ലിച്ചതച്ചു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലേക്ക് പോയാൽ പലർക്കും ഈ ടെൻഷനാണ് ജീവിതത്തിൽ. അതുപോലെ ചെയ്യുന്ന തൊഴിലിൽ ചെറിയൊരു തകർച്ച ഉണ്ടായാൽ പോലും വലിയ തകർച്ചയിലേക്ക് പോകുന്ന ടെൻഷൻ കൊണ്ടാണ്. ഒരു വാഹനം ഓടിക്കുമ്പം അവന് ടെൻഷൻ, അവനിപ്പോൾ സാമ്പത്തിക ബാധ്യത കാണും, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും വാഹനം ഓടിക്കുന്നത്. ആ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ വാഹനാപകടം ഉണ്ടാകാം, അയാളുടെ ജീവിതം അപ്പോഴും തീരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ കയറി അതിനെ അതിജീവിക്കാൻ പറ്റത്തില്ല. ചിലർ ചിലപ്പോൾ ജീവിതം നശിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ് ജീവിതം മുഴുവൻ. അത് നമുക്ക് ജീവൻ തന്ന ആൾക്ക് മാത്രമേ അത് എടുക്കാനുള്ള അധികാരമുള്ളൂ, ഈശ്വരന്. അല്ലാതെ നമ്മളത് ചെയ്താൽ അത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യരുത്. ഒന്നിനും ആത്മഹത്യയോ ഒന്നും പരിഹാരമല്ല. ഇതൊക്കെ നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ആ ഈശ്വരൻ നമുക്കിട്ട ജീവൻ ഈശ്വരന് മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ. ജീവിതം ജീവിച്ച് തന്നെ തീർക്കേണ്ടതാണ്. അപ്പോൾ ഈ ആളുകൾക്ക് ഈ ടെൻഷൻ കൊണ്ടാണ് പലപ്പോഴും സാമ്പത്തിക തകർച്ച, കുടുംബകലഹം, പിന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ടെൻഷനാണ്. ഈ ടെൻഷൻ മാറണമെങ്കിൽ നിങ്ങൾ ഈ ടെൻഷനുള്ള പരിഹാരം നിങ്ങൾ വെളിയിൽ അന്വേഷിച്ച് നടക്കുക. വെളിയിൽ അന്വേഷിച്ച് എവിടെ കിട്ടാനാണ്? അതൊക്കെ താൽക്കാലിക പരിഹാരങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിൽ ആനന്ദമുണ്ടാകുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ മാറും. നിങ്ങളുടെ ഉള്ളിൽ ആ ആനന്ദത്തെ അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ മാറും. ടെൻഷൻ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. മാത്രമല്ല, ഇപ്പോൾ ഒരു അല്പം കടമുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ വീട്ടണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ടെൻഷൻ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധി വർക്ക് ചെയ്യും. ടെൻഷനുള്ളപ്പോൾ ബുദ്ധി ശരിയായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കടമൊക്കെ വീട്ടാൻ പറ്റും. നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. പിന്നെ ഒരു കുട്ടികളും ചുമ്മാ പോയി
ഒരു ഒരു ദേഷ്യത്തിന് അല്ലെങ്കിൽ ഒരു ടെൻഷന് പോയി ആത്മഹത്യ ചെയ്തില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ആനന്ദത്തെ അവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കും. അപ്പോൾ ആളുകൾക്ക് അവരെ ഉള്ളിലുള്ള ആനന്ദത്തെ അറിയാത്തതാണ് ഇന്ന് അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അപ്പോൾ ആ ഉള്ളിലുള്ള ആനന്ദത്തെ അറിഞ്ഞാൽ, ആ ഉള്ളിലുള്ള ആ ഒരു ബോധത്തെ അറിഞ്ഞാൽ അവരെല്ലാം ജീവിതം മനോഹരമായിട്ട് ജീവിച്ചു തീർക്കും. മാത്രമല്ല അവരേറ്റവും മിടുക്കന്മാരാകും, ഏറ്റവും സന്തോഷവാന്മാരാകും. ഇനി അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഈ രാത്രിയിൽ മിക്ക ആളുകളും ഇപ്പം രാത്രിയിൽ 10-11 മണിയൊക്കെ ടി വി കാണും, മൊബൈൽ കാണും, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കിടക്കുന്നത്. പക്ഷേ അത് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾക്ക് എപ്പോഴും നല്ലതായിട്ടൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഊർജ്ജമാണ്. അത് എന്തുകൊണ്ടാണ്? നല്ലതായിട്ടൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഉണർവാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരീരത്തിന് എനർജി കിട്ടുന്നു. ആ ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലെ ആ ക്ഷീണം മാറുന്നത് എനർജി വരുന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇപ്പം നടക്കുന്നതിന് ഊർജ്ജം വേണം. അങ്ങനെയൊക്കെ ഊർജ്ജം അല്ലെ സംസാരിക്കുമ്പോൾ ഊർജ്ജം പോകുന്നു. ഉറങ്ങുമ്പോൾ ഈ ഊർജ്ജനഷ്ടം എല്ലാം പോയിട്ട് ആ ശ്വസനത്തിലൂടെ കൂടുതൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഉറങ്ങിയാൽ നിങ്ങൾക്കൊരു ദിവസം ഉറക്കത്തിൽ നിന്ന് കിട്ടുന്ന സാധാരണ എനർജിയെക്കാളും കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റും കുറച്ച് നേരത്തെ ഉറങ്ങിയാൽ. അപ്പോൾ ആ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. അങ്ങനെ ഓരോ ദിവസങ്ങളുമാകുമ്പോൾ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും തീരും, ഈ ടെൻഷനും ഒക്കെ മാറും. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം രാത്രി ഒരു 9 മണി അല്ലെങ്കിൽ 9:30 ആകുമ്പോഴെങ്കിലും കിടക്കാൻ ശ്രമിക്കുക. ഉറങ്ങിയില്ലെങ്കിലും കണ്ണടച്ച് കിടക്കുക. പിന്നെ പല ദിവസമാകുമ്പോൾ ഉറങ്ങിക്കോളും. അപ്പം നിങ്ങൾ കൂടുതൽ എനർജി ശരീരം സ്റ്റോർ ചെയ്യും. കാരണം നേരത്തെ കിടക്കുമ്പോൾ നേരത്തെ എനർജി സ്റ്റോർ ചെയ്യും. പിന്നെ രാവിലെ ഒരു 6:30-ക്കോ 5:30-ക്കോ അല്ലെങ്കിൽ കഴിവതും സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേക്കാൻ ശ്രമിക്കുക. അത് ഏറ്റവും നല്ലതാണ്. ആ സൂര്യോദയത്തിന് മുമ്പ് സൂര്യോദയം ശരാശരി 6:30-ക്കാണ്. അപ്പോൾ അതിന് മുമ്പ് അല്പം മുമ്പെങ്കിലും അല്ലെങ്കിൽ പറ്റുന്നത്ര മുമ്പെങ്കിലും എഴുന്നേക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു വളരെ എനർജി കിട്ടുന്ന സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണരുന്ന സമയമാണ്, പക്ഷിമൃഗാദികൾ ഉണരുന്ന സമയമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ 8 മണി 10 മണി വരെ കിടന്ന് ഉറക്കുന്നത്. നോക്കി ഏതൊരു ജീവജാലങ്ങളും പുലർക്കാലെ അത് ഉണർന്ന് എഴുന്നേക്കും. കാരണം പ്രകൃതി ഉണരുന്ന സമയം. അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങളെല്ലാം വളരെ ആക്റ്റീവാണ്. മനുഷ്യനാണ് തളർന്നതെന്ന് പറഞ്ഞ് പലയിടത്തും നടന്നത്. ക്ഷീണം, അവനെപ്പോഴും ഭയങ്കര ക്ഷീണവും. ഓരോരുത്തരൊക്കെ നടക്കുന്ന കഴിഞ്ഞാൽ ഈ പതുക്കെ പിച്ച് കാരണം എന്ന് വെച്ചാൽ ക്ഷീണമാണ്. ഈ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ശീലങ്ങൾ മാറ്റണം. നമ്മൾ ആ പുലർക്കാലം എഴുന്നേക്കണം. സൂര്യോദയത്തിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും, 6:30 സൂര്യോദയം ശരാശരി. അപ്പോൾ അവർ 6 മണിക്കെങ്കിലും അല്ലെങ്കിൽ 5:30-ക്കെങ്കിലും, അത് നിങ്ങളുടെ ഇഷ്ടം. സൂര്യോദയത്തിന് മുമ്പ് അല്ലെങ്കിൽ 6:30-ക്ക് മുമ്പ് എന്തായാലും എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞു നിങ്ങൾ ആ പ്രകൃതിയിലേക്ക് നോക്കി ഈ ശിവയോഗം ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് രാവിലെ കുളിക്കുക. സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഒരു 6:30-7 അടുത്ത് തന്നെ കുളിച്ച് നിങ്ങളുടെ ഒരു ലഘുഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുക. ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഇതെല്ലാം തലതിരിച്ചാണ് ചെയ്യുക. രാത്രി താമസിച്ച് ഉറങ്ങും, രാവിലെ താമസിച്ച് എഴുന്നേൽക്കും. അപ്പോൾ നമുക്ക് എനർജി ഒട്ട് കിട്ടുന്നുമില്ല, ഉള്ള എനർജി ഒട്ട് പോവുകയും ചെയ്യുക. പിന്നെ ശ്വസിക്കുമ്പം പോലും നമ്മൾ ആ ശ്വാസത്തെ അറിഞ്ഞ് ശ്വസിച്ചാൽ, അതാ ഞാൻ ആ വിദ്യ പറഞ്ഞതെന്ന്, ആ ശ്വാസത്തെ അറിഞ്ഞ് ശ്വസിച്ചാൽ തന്നെ ജീവിതം മാറും. കാരണം ഈ ശ്വാസത്തിനുള്ളിൽ പ്രാണനുണ്ട്, ചൈതന്യമുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിനകത്തുനിന്ന് എനർജി നമ്മുടെ ശരീരം സ്വീകരിച്ചിട്ടാണ് ബാക്കി മലമായിട്ട് കളയുന്നത്. വെള്ളം കുടിക്കുമ്പോഴും ആ വെള്ളത്തിനകത്ത് എനർജിയാണ് ശരീരം സ്വീകരിക്കുന്നത്. എന്നിട്ട് ആ ബാക്കി നമ്മുടെ യൂറിനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ശ്വാസം നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ അകത്തെ എനർജി, ചൈതന്യം, പ്രാണൻ, അത് ശരീരം അബ്സോർവ് ചെയ്തിട്ടാണ് ബാക്കി ശ്വാസം വെളിയിലോട്ട് കളയുക. അപ്പോൾ ആ ശ്വാസത്തെ, ആ ചൈതന്യത്തെ അറിഞ്ഞ് ഒന്ന് ശ്വസിച്ചാൽ തന്നെ ഇതുപോലെ. അപ്പോൾ നമ്മൾ ആ സങ്കല്പം അവിടെ കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് മാറ്റം വരുന്നത്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ പ്രാണൻ്റെ ഒരു അനുഭവം കൂടുതലായിട്ട്, ചൈതന്യത്തിൻ്റെ ഒരു അനുഭവം കൂടുതലായിട്ട് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ അങ്ങ് മാറും. നമ്മളൊരു ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. നമുക്ക് പിന്നെ നമുക്ക് പ്രപഞ്ചവുമായിട്ട് കണക്ഷൻ ആകും. അല്ലാതെ തലകുത്തി ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഒരാളുടെ പുറകെ നടന്നുകൊണ്ടോ കുറേ പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കി കുറേ യോഗയാണെന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടോ അതിലൊന്നും കാര്യമില്ല. അറിയേണ്ട കാര്യം അറിയണം. ഇത് ₹1 ചിലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ്. ഇപ്പം ഞാനീ പറഞ്ഞത് നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്താലും
നിങ്ങൾക്ക് കിട്ടാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്ന. ഒരു ചിലവില്ലാതെ ഇപ്പം നിങ്ങളത് പഠിച്ചു, 1 രൂപ പോലും ചിലവില്ലാതെ. ഇതെൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ അല്ല. ഇത് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് മാത്രമാണ്. ഞാനീ പറഞ്ഞ നല്ല കാര്യം മാത്രം. ശ്വാസത്തെ അറിഞ്ഞ് ശ്വസിക്കുക, അത് ശ്വാസം അറിഞ്ഞ് ശ്വസിക്കുക, 2-3 ശ്വാസം അങ്ങനെ ആ വിദ്യയിൽ അറിഞ്ഞ് ശ്വസിക്കുക. പിന്നെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡുകൾ ഉള്ളിൽ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഇതിനകത്ത് സംഭവമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ വിശ്വാസത്തോടെ ആ സങ്കല്പം കൊടുത്ത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ആ പ്രാണനെ അറിയാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലെ ആ പ്രപഞ്ച ചൈതന്യത്തെയും നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തെയും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രാണചൈതന്യം കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ഞാൻ നിങ്ങൾക്ക് ആ പറഞ്ഞു തരേണ്ട രീതി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എത്ര ടെൻഷനുള്ള ആളാണേലും നിങ്ങളിപ്പം നല്ല ഒരു കടൽ തീരത്ത് പോയി നിൽക്കുന്നു, നല്ല കാറ്റ് കിട്ടുന്നു, അല്ലെ നിങ്ങളൊരു നദീതീരത്ത് പോയി നിൽക്കുന്നു, അവിടെ ജലമുണ്ട്, നല്ല കാറ്റുണ്ട്, അല്ലെ നല്ലൊരു പച്ചപ്പുകളുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കൂളാണ്. അതെന്തുകൊണ്ടാണെന്നറിയാം? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നമ്മുടെ എല്ലാ ശരീരത്തിൽ ഈ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിലൂടെ എല്ലാം നമ്മൾ ആ കാറ്റടിക്കുമ്പോൾ ആ പ്രാണൻ്റെ ആ ചൈതന്യത്തെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. മൂക്കിലൂടെ അധികം എത്തുന്നു, കണ്ണിലൂടെ എത്തുന്നു. അങ്ങനെ ഈ കൂടുതൽ ആ കാറ്റിൽ നിന്ന് ഉള്ള ആ വെളിയിൽ നിന്നുള്ള ആ കാറ്റിൽ നിന്നുള്ള ആ ഒരു എനർജി കൂടുതലായിട്ട് നമ്മളിൽ സ്വീകരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വളരെ കംഫർട്ടായിട്ട്, വളരെ കൂളിംഗ് ആയിട്ട്, വളരെ സുഖമായിട്ട് തോന്നും. നല്ല കാറ്റുള്ള ജലമുള്ളതെന്ന് പറയുമ്പോൾ കാറ്റ് കാണും. ആ ജലത്തിൽ ഇപ്പോൾ നമ്മുടെ നദീതീരത്ത് നിൽക്കുമ്പോൾ നല്ല കാറ്റ് കാണും, അല്ലെങ്കിൽ കടൽ തീരത്ത് നിൽക്കുമ്പോൾ നല്ല കാറ്റ് കാണും. കാരണം അവിടെ തടസ്സമൊന്നുമില്ല, ജലത്തിൽ കൂടെ കാറ്റ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. അത് കൂടുതൽ പ്രാണോർജ്ജം ശരീരം സ്വീകരിക്കുന്നതുകൊണ്ടാണ്, കൂടുതൽ എനർജി ശരീരം സ്വീകരിക്കുന്നതുകൊണ്ടാണ്. പറഞ്ഞ് മനസ്സിലായി? അതല്ലേ ചിലർ മിക്കവാറും ഈ കടൽ തീരത്ത് പോയി നിൽക്കുന്നവർ, അല്ലെങ്കിൽ നദിയുടെയൊക്കെ സമീപത്ത് പോയി കുറച്ച് നേരം ഇങ്ങനെ ചിലർ നിൽക്കാറുണ്ട്. അങ്ങനെ ഉള്ളവരൊക്കെ ഇടയ്ക്ക് യാത്രകൾ ചെയ്യാറുണ്ട്. കാരണം അവരൊരു എനർജി സ്വീകരിക്കുന്നുണ്ട്, അവർക്കൊരു സുഖം കിട്ടുന്നുണ്ട്, ഒരു ആനന്ദം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുക, നല്ല യാത്രകൾ ചെയ്യുക, നദീതീരങ്ങളുള്ള അല്ലെങ്കിൽ കടൽ തീരങ്ങളുള്ള അല്ലെങ്കിൽ പച്ചപ്പുള്ള നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി നിന്ന് ആ പ്രകൃതിയെ നിങ്ങൾ അനുഭവിക്കുക. പറയാൻ മനസ്സിലാകുന്നത്? ആ പ്രകൃതിയെ നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ്, പ്രകൃതിയെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറും. ഈ ശിവയോഗം ചെയ്യുന്നതോടൊപ്പം ഇതൊക്കെ ചെയ്യണം. ഞാൻ ഇടയ്ക്ക് യാത്ര പോകാറുണ്ട്, എന്നുവെച്ചാൽ വലിയ യാത്രയൊന്നുമല്ല. ഇടയ്ക്ക് ഇതുപോലെ ഈ നദീതീരങ്ങളിലൂടെ ഇടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളുമൊത്ത് ആക്റ്റീവേ പോവും. അവിടെ ചേരെ ഇറങ്ങി നിൽക്കും, ആ കാറ്റിച്ചിട്ട് ഇറങ്ങിക്കൊള്ളും. ഞാൻ ചെയ്യാറുണ്ട്. അത് എൻ്റെ ഉള്ളിൽ ആനന്ദമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പിന്നെ ശിവയോഗം, അതും നമുക്ക് ആനന്ദം കിട്ടുന്ന കാര്യമാണ്. അതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. അല്ലാതെ ചുമ്മാ കുറേ എന്തൊക്കെയോ പലയിടത്തുനിന്നും പലതും കേൾക്കും, പലതും ചെയ്യും. ജീവിതം തൊട്ട് രക്ഷപ്പെടുത്തുമില്ല, ടെൻഷനാ, ഒരു സന്തോഷമില്ല, സമാധാനമില്ല. അങ്ങനെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഈ പ്രപഞ്ചത്തിൽ ഈ നമ്മളെപ്പോലെ തന്നെ പക്ഷിമൃഗാദികളും ഒക്കെ അവരും ജീവിക്കുന്നുണ്ട്, അവരും കുട്ടികളെ പ്രത്യുൽപാദനം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ടെൻഷനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ നമുക്കെന്താ, മനുഷ്യനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് ടെൻഷൻ വരുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ആ പ്രകൃതി അനുഭവിക്കുന്നില്ല, പ്രകൃതി അറിയുന്നില്ല. പക്ഷിമൃഗാദികളും പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്, അവരുടെ കുട്ടികളും വളരുന്നുണ്ട്, അവരുടെ കുട്ടികളും ജീവിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ചാൽ മാത്രമേ അവർ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ജീവിതം മുഴുവൻ ഒരു 10-25 വയസ്സ് വരെ അവരെ കെയർ ചെയ്യുന്നു. പക്ഷേ പ്രപഞ്ചത്തിൽ നോക്കിക്കോ, ഏത് ജീവജാലങ്ങളും അതിൻ്റെ കുട്ടികളും വളരുന്നുണ്ട്, അതിൻ്റെ കുട്ടികളും ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി ഡെവലപ്ഡായിട്ട് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിയുടെ ഉയർന്ന തലം അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ അത് അങ്ങനെ തന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞു. പക്ഷേ ഒരു പരിധി വരെ നമ്മൾ പ്രകൃതിയെ കൂടെ അനുഭവിക്കാൻ ശ്രമിക്കണം. ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ നകുന്നതുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയധികം പ്രതിസന്ധികളും മനസ്സിന് ടെൻഷനും മനുഷ്യന് സമാധാനമില്ലല്ലോ. ഈ പക്ഷിമൃഗാദികളെല്ലാം പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അതിരാവിലെ ഉണരുന്നു,
ഒക്കെ ആ പ്രപഞ്ചത്തിനൊത്ത് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു, പ്രപഞ്ചത്തിനൊത്ത്. അതുകൊണ്ടൊക്കെ അതുങ്ങൾക്ക് അന്നത്തെ ഭക്ഷണം സ്വീകരിക്കുന്നു. അതുകൾക്കൊക്കെ ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ആനന്ദത്തിലാണ് അതുങ്ങളൊക്കെ. പക്ഷെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. മനുഷ്യന് സാമൂഹിക വ്യവസ്ഥിതി ബുദ്ധി ഉണ്ടായപ്പോൾ അവന് സമൂഹം ഉണ്ടായി. അവൻ ജീവിക്കുന്ന മുഴുവൻ മറ്റുള്ള സമൂഹത്തിന് വേണ്ടിയും മറ്റു പല കാര്യങ്ങൾ, അതൊക്കെ അങ്ങനെ തന്നെ ജീവിക്കേണ്ടെന്നല്ല പറഞ്ഞത്. കുറച്ച് നമ്മൾ പ്രകൃതിയെ കൂടെ അറിയാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ ജീവിതകാലം ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇത്രയും കുട്ടികളെ സംരക്ഷിച്ചല്ലേ അവരുടെ പുറകെ നടക്കുന്നത്. അവർക്കൊരു വിദ്യാഭ്യാസം കൊടുക്കുക, അത്രയും വരെ ചെയ്യണം. പിന്നെ തൊഴിൽ അവർ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ തൊഴിൽ കിട്ടിയാലും അവന് കുട്ടികളുണ്ടായാലും ജീവിതം മുഴുവൻ അവനെ ആ കുട്ടികളെ കെയർ ചെയ്താണ് മാതാപിതാക്കൾ കൊണ്ടുവരുന്നത്. അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. കുട്ടികളെ വളർത്തണം, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ കൊടുക്കണം. അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്കുള്ള സമയമാകുമ്പോൾ അവരവരുടെ ജോലി കണ്ടെത്തി അവർ സമ്പാദിക്കട്ടെ. ഇത് അവരുടെ കൊച്ചുമക്കൾ കൂടെ സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. ലാസ്റ്റ് ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഇവർക്ക് ഒന്നും ചെയ്യാനില്ല. വീട് വെക്കണ്ട, കാരണം അപ്പം വീട് മേടിച്ചിട്ടിട്ടുണ്ട്. ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. ആശം വെള്ളം അടിച്ചു കറങ്ങി നടന്നു, അവനൊന്നും ചെയ്യാനില്ല. പക്ഷെ അവനും ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. സാമാന്യം നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തിട്ട് ജോലി ആകുന്നിടം വരെ അവന് സംരക്ഷണം കൊടുക്കണം. പിന്നെ ജോലി ആയിക്കഴിഞ്ഞ് അവൻ ആ ജോലിയായിട്ട് പോട്ടെ, അവൻ ആ ജോലി കണ്ടെത്തട്ടെ, അവൻ സമ്പാദിക്കട്ടെ. അവനും ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അവരവകാശമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മക്കളും കൊച്ചുമക്കൾക്കും മക്കളുടെ മക്കൾക്കും വേണ്ടി എല്ലാം സമ്പാദിച്ചിടും. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രവർത്തിക്കാനില്ലാത്തൊരവസ്ഥ. അവർ കണ്ടരാതി പിന്നെ അവരുടേതായ രീതി ജീവിക്കുക, ഇത് അടിച്ചു പൊളിച്ച് തീർക്കുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയല്ല, എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള അവസരം അവർക്ക് കൊടുക്കണം. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ സമ്പാദിക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവരുടെ ജീവിതം കണ്ടെത്തട്ടെ, ജോലി അവർ കണ്ടെത്തട്ടെ, സമ്പാദ്യം അവർ കണ്ടെത്തട്ടെ. അപ്പോഴാണ് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകുക. അല്ല നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം വേണ്ടി നിങ്ങൾ മാത്രമായിട്ട് ജീവിതം സ്ട്രഗിൾ ചെയ്ത് ടെൻഷനായിട്ട് ജീവിക്കുന്നതിനകത്തൊന്നും അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി, എല്ലാം തള്ളിക്കളയാം. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിലെ പറഞ്ഞാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.